മൃതദേഹം മായി ബന്ധപ്പെട്ട് മരണശേഷമുള്ള ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ നിന്ന് മൃതദേഹം കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. മകൾ ആശയും കൊച്ചുമകനും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ടൗൺ ഹാളിൽ തുടരുകയാണ്. അച്ഛന്റെ ആഗ്രഹത്തിന് വിപരീതമായി കീഴ്മുറിക്കാൻ ശരീരം കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആശ ഇവിടെ തുടരുന്നത്. ഇതിൽ സംഭവിച്ചത് ഇല്ലല്ലോ. അത്യന്തം നാടകീയം എന്ന വാക്കുചിതമാണോ എന്നറിയില്ല. അത്യന്തം ദുഃഖകരമായ സാഹചര്യങ്ങളാണ് അവിടെ ഉണ്ടായത്. എം ലോറൻസിന്റെ അന്ത്യയാത്രയിൽ മക്കൾ തമ്മിലുള്ള ഭിന്നത അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നതുമൊക്കെ അവിടെ കാണുകയാണ്. മകൾ ആശ സ്വീകരിച്ച നിലപാട്, മക്കളുടെയും പിതാവിൻ്റെയൊക്കെ വിവാഹം പള്ളിയിലായിരുന്നു. ഒരിക്കലും ദൈവ നിഷേധിയായിരുന്നില്ല. അദ്ദേഹത്തെ പള്ളിയിലടക്കം ചെയ്യണമെന്നായിരുന്നു മകൾ ആശ സ്വീകരിച്ച നിലപാട്. അതേസമയം അത് RSSന്റെ തിരക്കഥയനുസരിച്ച് ആശ പ്രവർത്തിക്കുന്നതാണ് എന്ന് മകൻ പരസ്യമായി തന്നെ അതിനെതിരെ രംഗത്ത് വന്നു. മാത്രമല്ല എം ലോറൻസിന് മൃതദേഹം മെഡിക്കൽ കോളേജിൽ കൈമാറണമെന്നായിരുന്നു ആഗ്രഹമെന്നതും ഒരു മകളും പിന്നെ മകനും പറയുകയും ചെയ്തു. അതിന് പിന്നാലെ കോടതിയിലേക്ക് കാര്യങ്ങൾ പോയി. അനാട്ടമി ആക്ട് അനുസരിച്ച് കോടതി കാര്യങ്ങൾ ചെയ്യാമെന്ന് കോടതി നിർദ്ദേശം നൽകി. അതിനുശേഷമാണ് CPM പ്രവർത്തകർ ഹോളിലേക്ക് എത്തുകയും വനിതാ പ്രവർത്തകർ എം ലോറൻസിന്റെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. അതേസമയം മകളും ചെറുമകനും മൃതദേഹത്തിന് അരികിൽ തന്നെ ഉണ്ടായിരുന്നു. മകൾ മൃതദേഹത്തിൽ പേടകത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്നു നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അതിനുശേഷമാണ് കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുകയും ഇതിനിടയിൽ ചെറുമകനുമായി ഉന്തും തള്ളും ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. അപകടത്തിനിടയിലാണ് മൃതദേഹം പുറത്തേക്ക് കൊണ്ടത്. റിയ തുടരാം. റിയ, ന്യൂമോണിയ ബാധിച്ച് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് ശനിയാഴ്ച എം ലോറൻസിന്റെ അന്ത്യം സംഭവിച്ചത്. ജീവിച്ചിരുന്നപ്പോൾ കാര്യങ്ങളൊക്കെ പാർട്ടി നോക്കി. മരണത്തിന് ശേഷം കുടുംബമാണ് കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത്. എങ്ങനെയാണ് അന്ത്യകർമ്മങ്ങൾ അല്ലെങ്കിൽ സംസ്കാരം എന്നത്, അതോ മെഡിക്കൽ കോളേജിന് കൈമാറണമോ എന്ന കാര്യമൊക്കെ കുടുംബത്തിൻ്റെ തീരുമാനമാണ്. എന്തായാലും CL മോഹനൻ അവിടുത്തെ CPM ജില്ലാ സെക്രട്ടറി, എറണാകുളം ജില്ലാ സെക്രട്ടറി നേരത്തെ നിലപാട് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഈ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ. അതിനിടയിലാണ് ഇങ്ങനെയൊരു അനിഷ്ട സംഭവം ടൗൺ ഹാളിൽ ഉണ്ടായത്. രാഗിൻ കൂടി. രാഗിൻ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? കൊണ്ടുപോകാനുള്ള ആ ഒരു ശ്രമത്തിൽ നിൽക്കുകയായിരുന്നു. അതിനിടെ ചിലർ പിടിച്ച് തള്ളി എന്നടക്കമുള്ള ആരോപണങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അവരെ ഇവിടെ പിടിച്ച് തള്ളി എന്നടക്കമുള്ള ആരോപണങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അവരെ ഇവിടെ നിന്ന് മാറ്റുകയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിൽ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു നിലപാട് അവരെടുത്തു. പക്ഷേ ഇതിൽ കൊണ്ടുപോകണമെന്ന നിലപാട് മറ്റ് മക്കളും സ്വീകരിച്ചു. തുടർന്നാണ് ഇതിൽ ഒരു രംഗം അവസാന നിമിഷം ഉണ്ടായത്. തുടർന്ന് ഇപ്പോൾ അവരെ ഇവിടെ നിന്നും മാറ്റി കൊണ്ടുപോവുകയാണ്. ഒരു കാരണവശാലും അത്തരത്തിലൊരു നീക്കം അനുവദിക്കാൻ കഴിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളും അവർ പറഞ്ഞു. ആശ ലോറൻസും കൊച്ചുമകനും ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ. Right now she needs her space. Okay, she's going through the one to the side. ആശ ലോറൻസ് നേരത്തെ സ്വീകരിച്ച ഹൈക്കോടതിയിലും പോയിരുന്നു. കോടതി ഒരു തീരുമാനമെടുത്തു. അതായത് അനാട്ടമി ആക്ട് പ്രകാരം അവർ തീരുമാനിക്കേണ്ടത്. തുടർന്നാണ് ഇവർ അല്പസമയം മുമ്പ് ഇവിടേക്ക് വരികയും നടന്നു. ആ ശ്രമത്തെ അവർ ചെറുത്തു. അവരെ മറ്റുള്ളവരും ചെറുത്തു. തുടർന്നാണ് ഒരു ചെറിയ സംഘർഷവും അത്തരത്തിലുള്ള ദൃശ്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ അവരെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അനുശോചന യോഗവും ചേർന്നുകൊണ്ടിരിക്കുന്നു. രാഗിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ട്. രാഗിൻ, മെഡിക്കൽ കോളേജിലേക്ക് നേരെ മൃതദേഹം കൊണ്ടുപോവുകയല്ലേ? ഈ മകളും ചെറുമകനും ഉൾപ്പെടെയുള്ളവർ ഈ ടൗൺ ഹാളിനുള്ളിൽ തുടരുകയാണോ? നേരത്തെ ഉന്തും തള്ളും ഒക്കെ കണ്ടു. മറ്റനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ തൽക്കാലം അവസാനിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മൃതദേഹം കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. കാരണം ഹൈക്കോടതിയെ ആശ സമീപിച്ചിട്ടുണ്ടായിരുന്നു മൃതദേഹം അത്തരത്തിൽ വിട്ടുകൊടുക്കരുതെന്ന്. കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു. അതായത് എല്ലാവരുടെയും വാദം കേട്ട ശേഷം ആശുപത്രി ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകട്ടെ എന്ന ഒരു കാര്യവും തീരുമാനമെടുത്തു. ആ ഘട്ടത്തിലാണ് ഈ മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ആശ ലോറൻസ് ഇവിടേക്ക് വന്നത്. തുടർന്ന് മൃതദേഹത്തിന് മുന്നിൽ അവർ പൊട്ടിക്കരയുകയായിരുന്നു. അങ്ങനെ ആ ദൃശ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോകേണ്ട സമയവുമായി. അങ്ങനെ മൃതദേഹം എടുക്കാനുള്ള ഘട്ടത്തിൽ അവർ അതിനെ ചെറുക്കുന്ന സമീപനം ഉണ്ടായിരുന്നു. പക്ഷേ മൃതദേഹം കൊണ്ടുപോകണമെന്ന നിലപാട് മറ്റുള്ളവരും സ്വീകരിച്ചു. തുടർന്നാണ് ഇവിടെ ചെറിയ തോതിൽ സംഘർഷം അല്ലെങ്കിൽ അത്തരം ഒരു നാടകീയമായിട്ടുള്ള പല രംഗങ്ങളും ഇവിടെ ഉണ്ടായത്. തുടർന്ന് ഇതിൽ ഏറെ നേരം ആ ഒരു പിടിവലി നീണ്ടു നിന്നു. അതിനുശേഷം ഇപ്പോൾ അവരെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റി കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ അനുശോചന യോഗവും ഈ സ്ഥലത്ത് ചേരുന്നുണ്ട്. എന്തായാലും നേരത്തെ മുതൽ തന്നെ ഈ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട തർക്കം രൂക്ഷമായി നിലനിന്നിരുന്നു. മറ്റ് രണ്ട് മക്കൾ അത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ മൃതദേഹം കൊടുക്കണമെന്ന നിലപാട് സ്വീകരിച്ചു. അച്ഛന്റെ അത്തരത്തിലുള്ള ആഗ്രഹമാണെന്ന് അവർ പറയുകയുണ്ടായി. പക്ഷേ അത്തരം ഒരു ആഗ്രഹം പറഞ്ഞിരുന്നില്ല എന്നാണ് ആശ ലോറൻസ് മറ്റൊരു മകൾ നിലപാടെടുത്തത്. തുടർന്നാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി ഇക്കാര്യത്തിൽ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിന് തൽക്കാലം കൊടുക്കുക. അതിനുശേഷം മെഡിക്കൽ കോളേജ് ഇക്കാര്യത്തിൽ പരിശോധന നടത്തി എല്ലാവരുടെയും വാദം കേട്ട് തീരുമാനമെടുക്കട്ടെ എന്നതായിരുന്നു. പക്ഷേ ആ മൃതദേഹം അത്തരത്തിൽ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ അവർ ഇവിടേക്ക് വരികയും ചെയ്തു. ഇവിടേക്ക് വന്ന ശേഷം മൃതദേഹത്തിന് മുന്നിൽ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ അവരെ ഇവിടെ നിന്ന് സ്ഥലത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. എറണാകുളം ടൗൺ ഹാളിലാണ് അത്യന്തം ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടായത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. എം ലോറൻസിന്റെ മൃതദേഹം പുറത്തേക്ക് ബലം പ്രയോഗിച്ച് മകനെയും മാറ്റിയാണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ട സ്ഥിതി ഉണ്ടായത്. ഇവിടെ കയ്യാങ്കളി ഉണ്ടായി എന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ. മകൾ താഴെ കുഴഞ്ഞു വീണു എന്താണ് അവിടെ റിയ ബേബി നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. റിയ നേരത്തെ അവിടെ അപകടത്തിനിടയിൽപ്പെട്ടപ്പോഴാണ്. ആ സമയത്ത് കാര്യങ്ങൾ കൃത്യമായി പറയാൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. റിയ അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാം നേരിൽ കണ്ടതാണല്ലോ. എന്താണ് സംഭവിച്ചത്? കോളേജിലേക്ക് എം ലോറൻസിന്റെ മൃതദേഹം കൊണ്ടുപോകാൻ കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിനുള്ള നീക്കങ്ങൾ നടത്തുകയായിരുന്നു. ഗാർഡ് ഓഫ് ഓണറുമായി പോലീസ് ഉദ്യോഗസ്ഥരെത്തി അവസാന ഔദ്യോഗിക ബഹുമതികൾ നൽകി. ആ സമയം മകൾ ആശ ടൗൺ ഹാളിലേക്കെത്തി. ആശയും ആശയുടെ മകനും ടൗൺ ഹാളിലേക്കെത്തി. മൃതദേഹത്തിന് മുകളിൽ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ അവിടെ തുടർന്നു. അച്ഛന്റെ തീരുമാനപ്രകാരമല്ല, ഇഷ്ടത്തോടെയല്ല, കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറാൻ താൻ ആഗ്രഹിക്കുന്നില്ല, ഇവിടെ നിന്ന് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മൃതദേഹത്തിന് മുകളിൽ കിടന്നുകൊണ്ട് അതിനാടകീയമായ വൈകാരികമായ രംഗങ്ങളായിരുന്നു അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്.